ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് കോളേജിലൊന്നും പോകാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന്. എല്ലാ ടൈപ്പ് വീഡിയോയും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഇന്ന് ചെയ്യാം. രാവിലെ എണീറ്റ് എന്ത് കഴിക്കാമെന്ന് ഇവിടെ നോക്കിയപ്പോൾ അമ്മ കടയിൽ നിന്നാണ് ഫുഡ് വാങ്ങിച്ചത്. രാവിലെ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ മുനീഷറിൻ്റെ കടയിൽ നിന്ന് ഇവിടെ ജംഗ്ഷനിൽ ഒരു തമിഴിൻ്റെ ഒരു കടയുണ്ട്. നല്ല ടേസ്റ്റാണ് ദോശയും ചമ്മന്തിയും സാമ്പാറൊക്കെ. ചമ്മന്തിയൊക്കെ വെള്ളമേ ഇല്ല, നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. എനിക്ക് എപ്പോഴും എവിടെ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാലും എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ വെറുതെ അമ്മയെടുത്ത് പറയും രാവിലെ ഒന്നും ഉണ്ടാക്കേണ്ട, അവിടെ പോയി വാങ്ങാം. പിന്നെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാം. പൊന്നു പ്രഗ്നൻ്റ് ആയതുകൊണ്ട് രാവിലെ ഒരു 8 മണി 8:30 ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ ഫുഡ് കഴിക്കും അല്ലേ? എന്തിനാണ് അത്ര നേരത്തെ കഴിക്കുന്നത്? വിശക്കും, ഭയങ്കര വിശപ്പാണ്. ഗൈസ് അപ്പമായിരുന്നു ഗൈസ്, പക്ഷെ എനിക്ക് ദോശയല്ല അപ്പമായിരുന്നു എനിക്കിഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. കൺസിസ്റ്റൻസി കാണിച്ചു തരാൻ ഇതുപോലെ ഏതെങ്കിലും കടയിൽ കൊടുക്കുമോ? ഒരു കടയൊന്നുമില്ലേ? കട ഉണ്ട്, രസകട. ഞാൻ ഈ വടയൊക്കെ രാവിലെ കഴിച്ചാണ് ഇങ്ങനെ ആയിപ്പോയത്. എങ്ങനെ? ഡബിൾ ചിമ്മുണ്ട്. പക്ഷെ എനിക്ക് മാറ്റി വയ്ക്കാനും പറ്റുന്നില്ല. അയ്യോ, അടിച്ച് പൊട്ടിച്ചു. ഞാനത് കഴിച്ച പ്ലേറ്റ് നമ്മൾ തന്നെ കഴുകണം. അതാണ് അമ്മയുടെ റൂൾ. അപ്പോൾ ഈ പ്ലേറ്റൊക്കെ നമ്മൾ ഈ ഫുഡൊക്കെ വെച്ചിരിക്കുന്ന അമ്മ വെച്ചിട്ട് പോണ പാത്രത്തിൽ നിന്ന് നമ്മളെടുത്ത് കഴിച്ചിട്ട് ബാലൻസ് വരുന്നത് നമ്മളെടുത്ത് വേറൊരു പാത്രത്തിൽ വെക്കും. എന്നിട്ട് ആ വലിയ ഉണ്ടാക്കിയ പാത്രമൊക്കെ കഴുകി വെക്കും. അതാണ് ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അമ്മയ്ക്ക് വൈകുന്നേരം വരുമ്പോൾ മൂഡ് മാറും. രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും. ഇടയ്ക്കൊക്കെ ഭയങ്കര ബഹളമായിരിക്കും. പണ്ട് ഞാനും പൊന്നുമൊക്കെ ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ചെയ്യാറ്. അങ്ങനെ കോളേജിൽ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മളങ്ങനെ പാത്രമൊന്നും കഴുകാറില്ല. അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനും പൊന്നും തുടങ്ങും ഇവിടെ ഫുൾ ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ അമ്മ വന്നിട്ട് ഫുൾ ബഹളമാക്കും. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അമ്മ കയറി വന്നിട്ട് ഇവിടെ പാത്രം കിടക്കണം, അവിടെ പാത്രം കിടക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും. നമുക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ വന്ന് എല്ലാം കഴുകിയിട്ട് 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും. അമ്മയെ വെൽക്കം ചെയ്യും. അമ്മ ഇവിടെ എന്നും രാവിലെ പഴം അവിച്ച് വയ്ക്കും പൊന്നൂന് കഴിക്കണം. ഇന്ന് ആരും കഴിച്ചില്ല എന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു 2 പഴം കഴിക്കാം. രാവിലെ കുറേ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോകും ഇവർക്ക് കഴിക്കാൻ. നമ്മളും കാണൂലല്ലോ, ഇവിടെ വേറെ ആരും കാണൂല. ഇവിടെ പിന്നെ ഇടയ്ക്ക് ആരെങ്കിലൊക്കെ വന്നിരിക്കും. ഇവളൊന്നും കഴിക്കൂല. അപ്പം ഞാനാണ് ഇവിടെ മൊത്തത്തിൽ കഴിക്കുന്ന ഫുഡ്. ഇവക്ക് കിട്ടുന്ന സാധനങ്ങൾ ഫുള്ളും ഇപ്പം ഞാൻ അടുത്തത് തീർക്കുന്നത്. ഞാൻ 2 പഴം എടുത്തോളൂ. 2 പഴം മീൻസ് 2 പീസാണ് എടുത്തത്. ഇത് ഒരുപാട് കഴിച്ചാൽ നല്ല വണ്ണം വയ്ക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. എനിക്കങ്ങനെ പഴം ഞാൻ ഒരു പഴവും കഴിക്കാറില്ല. പുട്ടും പഴം പോലും ഞാൻ കഴിക്കില്ല. എനിക്ക് പഴം അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ ഈ ഏത്തം പഴം അവിച്ചതാണെങ്കിൽ മാത്രം. പിന്നെ നമ്മൾ ഈ നെയ്യിലൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കില്ല, അതും എനിക്കിഷ്ടമാണ്. ഹായ് പറ, എല്ലാവർക്കും ഹായ് പറയൂ. ഹായ് 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 പറടാ. ഇതിൻ്റെ അകത്ത് ഐസ്ക്രീം ഒക്കെ ഇരിക്കുന്നുണ്ടോ വിചാരിക്കും. നമ്മളെപ്പോഴും വാങ്ങിച്ച് വെച്ചേക്കുന്നുണ്ട്. എന്നോ 5 വെച്ചാണ് ചീട്ടായി പോയി. കഴിക്കാൻ പോലും പറ്റൂല. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. നമുക്ക് ആപ്പിള് വേണ്ട. ആപ്പിളൊക്കെ കുറേ നാളിരിക്കും. ഇന്നലെ ഞാൻ ഒരു തണ്ണിമത്തം ജുഗുനു തിരിച്ചു വെക്ക്. ജുഗുനു തിരിച്ചു വെക്ക്. ഓറഞ്ച് കൊടുക്കാൻ വേണ്ടി കരയുന്ന ഒരു കൊച്ചിനെ കണ്ടോ ഇവിടെ അല്ലേ? ഓറഞ്ച് വേണോടാ നിനക്ക്? ഓറഞ്ച് ആപ്പിൾ. എന്നിട്ട് നമ്മള് തണ്ണിമത്തൻ അരിയാൻ പോവാണ്. അമ്മ ചേച്ചി ഞാനും വരുന്നു. അമ്മോ കടി നോക്ക്, വലിയ കടി. എന്തോ പറയും കാര്യമായിട്ട്. എന്തെങ്കിലും കഴിക്കാൻ കൊടുത്ത പാവമാണ്. എവിടെയെങ്കിലും പോയിട്ട് ആരും ശല്യം ചെയ്യാതെ ഒറ്റയ്ക്ക് കഴിച്ചോണ്ടിരിക്കും.
ഇതെന്ത് കറിയാണോ എന്തോ. തോരനുണ്ട്, പിന്നെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്. ഞാൻ പിന്നെ നോമ്പാണ് കഴിക്കും. അപ്പം അന്നെ ഇന്ന് എൻ്റെ കൂടെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഫുഡ് എടുക്കാം. കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ഞാൻ ചോറ് അങ്ങനെ അധികം കഴിക്കൂല. എനിക്ക് രാത്രിയും കഴിക്കൂല. ഇനി ഇത്ര തന്നെ കഴിക്കുന്ന ഒരു ദിവസം ചോറ്, അല്ലാതെ ഞാൻ കഴിക്കത്തില്ല. ഗൈസ്, ഇവിടെ ടേബിൾ ഉണ്ടെങ്കിൽ ഞാൻ സോഫയിൽ ഇരുന്ന് കഴിക്കുള്ളൂ. ഞാനും പൊന്നും അങ്ങനെ തന്നെ. പിന്നെ ടേബിളിൽ ഞാനിപ്പോൾ റെക്കോർഡൊക്കെ എഴുതിയ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു സാധനമാണ്. പിന്നെ അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ എന്തായാലും ഇടാം. എന്താണെന്ന് ഗസ് ചെയ്യട്ടോ എല്ലാവരും. ഗൈസ്, നമുക്ക് ഈ സംഭാരം കൂടെ ഒഴിച്ച് കഴിക്കാം അല്ലേ? നല്ല കോമ്പിനേഷനാണ് ഇതെല്ലാം കൂടെ. അപ്പോൾ ഈവനിങ് ആയി. നേരത്തെ ചിപ്സൊക്കെ കഴിച്ചിട്ട് അതേപോലെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. കുറച്ച് നേരം എണീറ്റ് റീൽസൊക്കെ കണ്ടിട്ട് ഫ്രഷായി കഴിഞ്ഞിട്ട് എനിക്ക് ഈവനിങ് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പഴം വെച്ചിട്ട് എന്തെങ്കിലും. ഞാൻ എപ്പോഴൊക്കെ വിശക്കുന്ന സമയത്ത് ഞാൻ ചിലതൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അത് ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്കിപ്പോൾ വിശപ്പുമില്ല, ചെയ്യാനുള്ള മൂഡുമില്ല. ഇനി അമ്മ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ അത് കഴിക്കും. അല്ലെങ്കിൽ പിന്നെ ഇനി രാത്രി ഡിന്നർ കഴിക്കുന്നത് തന്നെ, അല്ലാതെ വേറൊന്നും കഴിക്കില്ല. എൻ്റെ ഇടയിൽ ചിലപ്പോൾ പറയാൻ പറ്റൂല. 7 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിശക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും. ആംബ്രോസിൽ നമ്മൾ വാങ്ങിച്ചോണ്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് എന്നും കഴിച്ചാൽ നമ്മൾ വണ്ണം വയ്ക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ബട്ടറാണ് ഭയങ്കര ടേസ്റ്റ്. മത്ത് പിടിക്കാത്തൊരു സാധനം. പക്ഷേ ബ്ലൂബെറി ഒത്തിരി മധുരമാണ്. ഇത് കൊള്ളാം. ഇതെല്ലാം കൂടെ കഴിക്കുക. ഇത് ബ്ലൂബെറി ആട്ടോ കറക്റ്റ്. പിന്നെ ഞാനിന്ന് മാഗിയാണ് എടുത്തത്. ഇവിടെ ഇപ്പോൾ ദോശയാണ് കേട്ടോ. ഡിന്നറിന് ഞാനങ്ങനെ മാഗി കഴിക്കാറില്ല. പക്ഷെ ഇന്ന് ഇവിടെ ദോശയും ചമ്മന്തിപ്പൊടിയൊക്കെയാണ്. എനിക്ക് മുട്ട ഇല്ലെങ്കിൽ അത് കഴിച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. മുട്ട ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇതായിട്ട് കഴിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് മാഗി കഴിക്കാമെന്ന് വിചാരിച്ചു. മാഗി കഴിച്ചിട്ട് കുറേ നാൾ. എപ്പോഴും ഞാൻ കഴിക്കില്ല കേട്ടോ മാഗി. പണ്ട് GCKയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോളേജിൽ പോയിട്ട് വന്ന ഉടനെ മാഗി എപ്പോഴും കഴിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ അത്രയും കഴിക്കത്തില്ല, വല്ലപ്പോഴുമാണ് മാഗി കഴിക്കാറ്. ഇപ്പം ഞാൻ കഴിച്ച ഡേറ്റ് നോക്കി വയ്ക്കും. എന്നിട്ട് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച ഗ്യാപ്പിന് ശേഷമായിരിക്കും ഞാൻ മാഗി കഴിക്കണം. ഇതിപ്പോൾ പൊന്നു എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല.